അവസാനം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 58-ാമത്തെ വചനം. ഗോസ്പൽ ഓഫ് സെയിന്റ് ജോൺ ചാപ്റ്റർ 8 വേഴ്സ് 58. ഓർക്കെന്ന് വായിച്ച്. യേശു പറഞ്ഞു, അബ്രഹാം ഉണ്ടാകുന്നതിന് മുൻപ് ഞാൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഈശോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ യഹൂദരെന്താ ചെയ്തെന്നറിയാം. അടുത്ത വചനം ഇവിടെ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് വായിച്ചില്ല. ഇപ്രകാരമാണ് അവനെ എറിയുവാൻ കല്ലുകൾ എടുത്തു എന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. യേശുവിനെ എറിയുവാൻ യഹൂദര് കല്ലുകൾ എടുത്തു. എന്നാൽ യേശു അവരിൽ നിന്ന് മറഞ്ഞ് ദേവാലയത്തിൽ നിന്ന് പുറത്തുപോയി. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് പലർക്കും മനസ്സിലായിട്ടില്ല. ഇത് പലർക്കും മനസ്സിലാവാതെയാണ് നമ്മളിൽ പലരും ഇന്ന് യേശു ക്രിസ്തുവിനെ ചിലപ്പോൾ ആരാധിക്കുന്നത്. അബ്രഹാം ഉണ്ടാകുന്നതിന് മുൻപ് യേശുവുണ്ട്, പ്രവാചകരെ ഉണ്ടാകുന്നതിന് മുൻപ് യേശുവുണ്ട് എന്ന് മനസ്സിലാക്കാതെ നമ്മൾ യേശു ക്രിസ്തുവിനെ ക്രിസ്തുമസിൽ ജനിച്ച ഒരു ശിശുവായിട്ട് മാത്രം വണങ്ങുന്ന വ്യക്തികളാണോ? പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കണം, ബൈബിളിൽ പ്രവചനങ്ങളുണ്ട്, പ്രവചനങ്ങൾ. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 1500 വർഷങ്ങൾ 40 എഴുത്തുകാർ ഒരുമിച്ചല്ല, പല കാലഘട്ടത്തിൽ 1500 വർഷങ്ങൾ പല കാലഘട്ടങ്ങളിൽ പല ദേശങ്ങളിൽ ഇരുന്നു കൊണ്ട് പല ജീവിതാവസ്ഥയിലുള്ളവർ എഴുതി കൂട്ടിയ പുസ്തകം, ചരിത്ര പുസ്തകം. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ പഠനങ്ങൾ, പ്രവാചകന്മാരുടെ വെളിപ്പെടുത്തലുകളുടെ പൂർണ്ണ രൂപമാണ് ബൈബിള്. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും 1500 വർഷം 40 രചയിതാക്കൾ, അതാണ് ബൈബിള്. ഇതൊരു ദിവസം എഴുതിയ പുസ്തകമല്ല, ഇതൊരു വ്യക്തി എഴുതിയ പുസ്തകമല്ല. പക്ഷെ പരിശുദ്ധാത്മാവിലൂടെ പല കാലഘട്ടങ്ങളിൽ ദൈവാത്മാവ് വെളിപ്പെടുത്തിയതനുസരിച്ച്, അത് പ്രവാചകരിലൂടെ ദൈവവചനം ശ്രവിച്ചതനുസരിച്ച്, അവരത് വെളിപ്പെടുത്തി കിട്ടിയതനുസരിച്ച് എഴുതിയപ്പോൾ ഈ പുസ്തകം ഇന്ന് പൂർണ്ണ രൂപത്തിൽ നമ്മുടെ കയ്യിലെത്തിയിരിക്കുകയാണ്. പക്ഷെ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രിയപ്പെട്ടവരെ, ഈ ബൈബിളിൽ അല്ലെങ്കിൽ പ്രവാചകന്മാരിലൂടെ തന്നെ അനേകം പ്രവചനങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. പ്രവചനം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ജനത്തെ നയിക്കുവാനായിട്ട്, പ്രത്യേകിച്ച് ദൈവജനമായിരുന്ന ഇല്ലെങ്കിൽ അങ്ങ് കണക്കാക്കപ്പെടുന്ന നമ്മളെ നയിക്കുവാനായിട്ട്, അല്ലെങ്കിൽ യഹൂദ ജനത്തെ, ഇസ്രായേൽ ജനത്തെ നയിക്കുവാനായിട്ട്, ദൈവം തിരഞ്ഞെടുത്ത ജനത്തെ നയിക്കുവാനായിട്ട് ദൈവം പ്രവാചകന്മാരെ അയച്ചു, അവർക്ക് ദൂതുകൾ നൽകി. അങ്ങനെ പല ദൂതുകൾ നൽകപ്പെട്ടതിൽ നിന്ന് പ്രിയപ്പെട്ടവരെ എല്ലാം എത്തിച്ചേരുന്നത് ഒരു തരത്തിൽ ദൈവത്തിങ്കിലേക്ക് തന്നെയാണ്. ദൈവവിശ്വാസത്തിൽ വളരുക, ദൈവത്തെ ആരാധിക്കുക, പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതാണ്ട് 300-ലധികം പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾ, യേശുക്രിസ്തുവിന് മുൻപുണ്ടായിരുന്ന പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രമുള്ളതാണ്. അതിൽ തന്നെ 300-ലധികം പ്രവചനങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെ പൂർത്തിയാക്കപ്പെട്ടതാണ്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഓരോ പ്രവാചകന്മാരും ജീവിച്ചത് യേശുക്രിസ്തുവിന് വർഷങ്ങൾക്ക് മുൻപാണ്. 100 കണക്കിന് 150, 200, 300, 400, 500 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചു മരിച്ച പ്രവാചകന്മാർ, prophets, they spoke about Jesus Christ and they said this will happen, and those things happened in the life of Jesus Christ, with the birth of Jesus Christ, and it is recorded in the Bible. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രവചനങ്ങൾ വിശ്വസിക്കണം. അതിൻ്റെ ഏറ്റവും അവസാനത്തെ പ്രവാചകൻ, യേശുക്രിസ്തു സാക്ഷ്യപ്പെടുത്തുന്ന ഏറ്റവും അവസാനത്തെ പ്രവാചകനാണ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്. ഏറ്റവും ബൈബിളിലെ അല്ലെങ്കിൽ ദൈവം അയച്ച ഏറ്റവും അവസാനത്തെ പ്രവാചകനാണ് സ്നാപക യോഹന്നാൻ. പ്രിയപ്പെട്ടവർ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് യേശുക്രിസ്തുവിൻ്റെ ജനനം ഒരു കോയിൻസിഡൻസ് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യേശുക്രിസ്തുവിൻ്റെ ജനനം മനുഷ്യൻ എപ്പോൾ ദൈവത്തിൽ നിന്ന് പാപം ചെയ്ത് അകന്നു പോയോ അപ്പോൾ തന്നെ ദൈവം ഒരു രക്ഷകനെ പ്രവചനമായിട്ട് ദൈവമക്കൾക്ക് നൽകുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 15-ാമത്തെ വചനം, ആദ്യത്തെ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ഒരു പ്രവചനം പോലെ കിടക്കുന്ന വചനമാണ്. ബൈബിളിലെ ആദ്യത്തെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വചനത്തിൽ വായിച്ചു നോക്കി, ഉറക്കെ വായിച്ചു നോക്കിയേ. നീയും നിന്റെ സന്തതിയും
നോക്കിക്കേ, നിന്റെ സന്തതി, പരിശുദ്ധ മറിയത്തെക്കുറിച്ച് പറയുന്ന വചനങ്ങളാണിത്. അവിടെ പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, നിന്റെ സന്തതിയും അവളുടെ സന്തതിയും. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ബൈബിളിലുള്ള ആദ്യത്തെ പ്രവചനമാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ വർഷങ്ങൾ കഴിഞ്ഞ് ഇതിനിടയിലെല്ലാം പല പ്രവചനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും കുറച്ച് പ്രവചനങ്ങൾ നമ്മൾ വിശുദ്ധ ക്രിസ്തുമസിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജനനം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ കാഴ്ചപ്പാട് നൽകണം. ചുമ്മാ ഒരു ക്രിസ്മസ് ആഘോഷിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. പ്രവചനങ്ങളുടെ പൂർത്തീകരണം, 300-ലധികം പ്രവചനങ്ങൾ, പ്രവാചകന്മാർ പറഞ്ഞ കാര്യങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിലൂടെ, ജീവിതത്തിലൂടെ, കുരിശു മരണത്തിലൂടെ, ഉത്ഥാനത്തിലൂടെ എല്ലാം സംഭവിച്ചു കഴിഞ്ഞു. 300-ലധികം പ്രവചനങ്ങൾ. നമ്മളത് മനസ്സിലാക്കുമ്പോഴാണ് ഈ ക്രിസ്തുമസിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കുക. യേശുക്രിസ്തുവിന് മുൻപ് ജനിച്ച് മരിച്ച പ്രവചനങ്ങൾ, അത് പ്രത്യേകിച്ച് ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ തന്നെ 7-ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ഏതാണ്ട് ഏശയ്യാ പ്രവാചകൻ ജീവിക്കുന്നത് യേശുക്രിസ്തുവിന് മുൻപ്. യേശുക്രിസ്തു ചരിത്ര പുരുഷനാണ് എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, AD ആൻഡ് BC, ബിഫോർ ക്രൈസ്റ്റ് ആൻഡ് ഡൊമിനി. ഈ രണ്ടും സാക്ഷ്യപ്പെടുത്തുന്നത് യേശുക്രിസ്തുവിന് മുൻപ്, യേശുക്രിസ്തുവിന് ശേഷം. പ്രിയപ്പെട്ടവരെ, ഇത് രണ്ടും സാക്ഷ്യപ്പെടുത്തുന്ന യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിന് മുൻപ് 700-ലധികം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച പ്രവാചകനാണ് ഏശയ്യാ പ്രവാചകൻ. ഏശയ്യാ പ്രവാചകൻ്റെ 7-ാമത്തെ ഗ്രന്ഥം, 7-ാമത്തെ അധ്യായം, അതിൻ്റെ 14-ാമത്തെ വചനം. ഏശയ്യാ പ്രവാചകൻ പുസ്തകം 7-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ ഏശയ്യാ പ്രവാചകന് ദൈവം കൊടുത്ത പ്രവചനമാണ്. വായിച്ചു നോക്കിയേ. അതിനാൽ അടയാളം തരും, അവൻ 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 നോക്കിക്കേ, യേശുക്രിസ്തുവിൻ്റെ പേര് പോലും 700 വർഷങ്ങൾക്ക് മുൻപ് ദൈവം വെളിപ്പെടുത്തി കഴിഞ്ഞു. ഏശയ്യാ പ്രവാചകനിലൂടെ കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അതുകൊണ്ടാണ് പരിശുദ്ധ മാതാവിനെ കുറിച്ച് ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ എന്ന് പറയുന്നത്. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, നീ അവന് ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 22-23 വചനങ്ങളിൽ ഗബ്രിയേൽ മാലാഖ യോസേപ്പ് പിതാവിനെ പ്രത്യക്ഷപ്പെടുമ്പോൾ ആ വചനം അവിടെ പൂർത്തിയാവുകയാണ്. ഒന്ന് വായിച്ചു നോക്കിയേ. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടുമെന്ന കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകുവാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. പഴയ നിയമത്തിൽ 700 വർഷം മുമ്പ് പറഞ്ഞത് യേശുക്രിസ്തുവിന് ജനനത്തെക്കുറിച്ച് വീണ്ടും ആ ജനനത്തോടനുബന്ധിച്ച് ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇനിയും പ്രിയപ്പെട്ടവരെ, മിഖാ പ്രവാചകൻ്റെ ജീവിതം, അതും 700 വർഷങ്ങൾക്ക് മുൻപാണ് മിഖാ പ്രവാചകൻ ജീവിച്ചത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ദൈവം വെളിപ്പെടുത്തിയ ഒരു പ്രവചനമാണ് മിഖാ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വചനം. മിഖാ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായം 2-ാമത്തെ വചനം വായിച്ചു നോക്കി. യേശുക്രിസ്തു ദൈവപുത്രൻ എവിടെയാണ് ജനിക്കുക എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക. വായിച്ചു നോക്കിയേ. ബെത്ലഹേം എഫാത്ത, നോക്കിക്കേ, ബെത്ലഹേം എഫാത്ത, നീ യൂദാഭാഗങ്ങളിൽ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. 700 വർഷങ്ങൾക്ക് മുമ്പ് ബെത്ലഹേമിനെ ഉയർത്തി യേശു ജനിക്കേണ്ട സ്ഥലത്തെക്കുറിച്ച് പ്രവാചകന് ദൈവം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. പലതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും യേശുക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ഒരു ഹൃദയം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിലൂടെ ലോകത്തിന് മുഴുവനും കാണിച്ചു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ഒരു പ്രവാചകനാണ്, ഒരു രാജാവാണ്, അതോടൊപ്പം തന്നെ ഒരു പുരോഹിതനുമാണ്. എല്ലാറ്റിൻ്റെയും പൂർത്തീകരണം യേശുക്രിസ്തുവിൻ്റെ ജനനത്തിലൂടെ സംഭവിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ക്രിസ്തുമസിനൊക്കെ നമ്മൾ ഒരുങ്ങുമ്പോൾ, ആഘോഷിക്കുമ്പോൾ, ഇല്ലെങ്കിൽ ഒരുങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ചുമ്മാ ഒരു ചടങ്ങല്ല. നമ്മുടെ തന്നെ സാൽവേഷന് വേണ്ടി, നമ്മുടെ തന്നെ രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന സ്വപ്നം യേശുക്രിസ്തുവിൻ്റെ ജനനത്തിലൂടെ ദൈവം പൂർത്തിയാക്കുന്നതാണ് ഓരോ ക്രിസ്മസും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ.
സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇനിയും ദാവീദിന്റെ വംശാവലിയിൽ നിന്ന് യേശുക്രിസ്തു ജനിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ജെറമ്യായുടെ പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വചനം. ജെറമ്യായുടെ പുസ്തകം 23-ാം അധ്യായം 5-ാമത്തെ. ഇത് ഒരു ക്രോഡീകരിച്ച കുറച്ച് വചനങ്ങളുടെ ഒരു ഉത്തരവാണ്. അത് വായിച്ചു നോക്കിയേ. നിങ്ങൾക്ക് കുറച്ച് വായിക്കാമെന്ന് വിചാരിക്കും. ഉറക്കെ വായിച്ചേ. ജെറമ്യ 23:5. നോക്കിക്ക്, യേശുക്രിസ്തുവിന് മുൻപ് 600 വർഷങ്ങൾക്ക് മുൻപ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രവചനം ഇത്. ഇതെല്ലാം യേശുക്രിസ്തുവിൻ്റെ ജനനത്തോടു കൂടി പൂർത്തിയാക്കപ്പെട്ടതാണ്. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ജനിച്ചു കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തുവിന് കൊടുക്കാൻ നല്ല വാക്കുകളൊക്കെ അവിടെ പറയുന്നുണ്ട്. യേശുക്രിസ്തു ആരായിരിക്കും, എന്തായിരിക്കും, അതൊക്കെ ഒരു കൂട്ടിപ്പിടിച്ച് പറയുന്ന ഒരു പ്രവചനമാണ് യേശയ്യായുടെ പുസ്തകം 9-ാം അധ്യായം 6-ാമത്തെ വചനം. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം. ഇത് പ്രദർശിപ്പിച്ചേ 700 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം വായിച്ചു നോക്കിയേ. എന്തെന്നാൽ ശിശു ജനിച്ചിരിക്കുന്നു, നൽകപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഇത് 700 വർഷം, 600 വർഷം, 500 വർഷങ്ങൾക്ക് നമ്മളൊക്കെ കാണുന്ന ഒരു കാലഘട്ടമൊന്നുമല്ല. 700-600 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു ജനിക്കുന്നതിന് മുൻപേ വ്യക്തമായിട്ട് എഴുതപ്പെട്ട കാര്യങ്ങളാണിത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ ഒരു ചരിത്രത്തിൽ നിന്നോ നിന്റെ വിശ്വാസ ജീവിതത്തിൽ നിന്നോ ചുമ്മാ അങ്ങ് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം ഇത് എഴുതപ്പെട്ട, ഇന്ന് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഇന്ന് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ വിധത്തിൽ എഴുതപ്പെടുന്നുണ്ടായിരിക്കാം. ഒരു കാലഘട്ടം കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇതെല്ലാം ചരിത്രമായിട്ട് മാറുന്നു. അതുപോലെ യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തപ്പെട്ട കാര്യങ്ങൾ അവരന്ന് എഴുതിയിരിക്കുകയാണ്. അതിങ്ങനെ യഹൂദ ജനത അതിങ്ങനെ ആവർത്തിച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിൽ അതിനെ മനസ്സിലാക്കി മിശിഹായ്ക്ക് വേണ്ടി കാത്തിരുന്നതിൻ്റെ പൂർത്തീകരണമാണ് പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിൻ്റെ ജനനം. കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ ആ വലിയ അനുഗ്രഹത്തോർത്ത് നന്ദി പറഞ്ഞേ. നന്നായിട്ട് കരങ്ങളടിച്ച്. പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവനും യേശുക്രിസ്തുവിനെ ആരാധിക്കുവാനായിട്ട് കടന്നു വരികയാണ്. ആട്ടിടയന്മാർ വന്നു, 3 രാജാക്കന്മാർ വന്നു. ഒരു ജനം മുഴുവനും യേശുക്രിസ്തുവിനെ ആരാധിക്കുവാനായിട്ട് കടന്നു വരുമെന്ന് ബൈബിൾ തന്നെ പറയുക. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 72-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 11 വരെയുള്ള വചനങ്ങൾ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 72-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വചനങ്ങളിൽ പ്രിയപ്പെട്ട ഒരു സങ്കീർത്തനം എഴുതപ്പെടുന്നത് 9 ഏതാണ്ട് 900-900-ലധികം വർഷങ്ങൾ കാലഘട്ടങ്ങളിലാണ്. അപ്പോൾ അവിടെ എഴുതപ്പെട്ടിരിക്കുകയാണ്. 72 അധ്യായം വായിച്ചു നോക്കിയേ. സമുദ്രം മുതൽ സമുദ്രം വരെയും ഭൂമി അതിർത്തി വരെയും നിലനിൽക്കട്ടെ, ശിരസ് നമിക്കട്ടെ, പൊടി നക്കട്ടെ, രാജാക്കന്മാർ അവന് കപ്പം കൊടുക്കട്ടെ. ഷേബായിലെയും നോക്കിക്കേ, ഒരു ദേശം മുഴുവനും അവനെ ആരാധിക്കുവാനായിട്ട് കടന്നു വരികയാണ്. ഒരു ദേശം മുഴുവനും കടന്നു വരികയാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മൾ ക്രിസ്മസ് ആഘോഷം ഒരുക്കുമ്പോൾ മനസ്സിലാക്കണം, നമുക്ക് ദൈവം വലിയൊരു അനുഗ്രഹം, കർത്താവ് തന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന സംഭവം എന്ന് പറയുന്നത് ചുമ്മാ ഒരു ക്രിസ്മസോ ഒരു ദിവസമല്ല. ദൈവത്തിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന സ്വപ്നം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നതാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്, യേശുക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ എത്രത്തോളം അതിനെ മനസ്സിലാക്കി ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജീവിതം എന്ന് പറയുന്നത്, കുരിശു മരണം എന്ന് പറയുന്നത്, ഉദ്ധാനം എന്നൊക്കെ പറയുന്നത് പ്രവാചകന്മാരിലൂടെ പൂർത്തിയാക്കപ്പെട്ട കാര്യങ്ങളാണ്. 300-ലധികം പ്രവചനങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ. ഇതെല്ലാം കണ്ടിട്ടും ഇതെല്ലാം കേട്ടിട്ടും ഇതെല്ലാം വായിച്ചിട്ടും നിനക്കിന്നും യേശുക്രിസ്തു ചുമ്മാ ഒരു മനുഷ്യനാണെങ്കിൽ, ചുമ്മാ ഒരു പ്രവാചകനാണെങ്കിൽ ഇനിയും നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുവാനായിട്ട് ദൈവത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ല.
നമ്മളാണ് പ്രാർത്ഥിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ. കർത്താവേ, ഇതെല്ലാം കണ്ട് വിശ്വസിക്കുവാനായിട്ട്, ഇതെല്ലാം കേട്ട് വിശ്വസിക്കുവാനായിട്ട്, ഇതെല്ലാം അനുഭവിക്കുവാനായിട്ട് കർത്താവേ എനിക്ക് വിശ്വാസത്തിൻ്റെ ആഴം തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇനിയും യേശുക്രിസ്തു ജനനത്തോടനുബന്ധിച്ച് പ്രവചനങ്ങളുണ്ട്. പക്ഷെ ഒരെണ്ണം കൂടെ ഞാൻ പറയാം. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ജനിച്ചു കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ ഹെറോദേസ് പറയും അവനെ കൊല്ലുവാനായിട്ട് അവരാഗ്രഹിച്ചപ്പോൾ എന്ത് ചെയ്തു? ഈജിപ്തിലേക്ക് അവർ പലായനം ചെയ്തു. അവിടുന്ന് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവർ വരേണ്ടിയിരുന്നത് ഭവനത്തിലേക്ക്. പക്ഷേ യേശുക്രിസ്തുവിനെയും കൊണ്ട് യോസേപ്പ് പിതാവും മറിയവും വരുന്നത് നസ്രത്തിലേക്കാണ്. അപ്പോൾ അതും ഒരു പ്രവചനത്തിൻ്റെ തന്നെ പൂർത്തീകരണമാണ്. യെശയ്യായുടെ പുസ്തകം അവിടെ പ്രത്യേകമായിട്ട് ഇതെല്ലാം പറഞ്ഞിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിട്ടാണ് യേശു ജനിക്കുന്നത്, യേശു ജീവിക്കുന്നത്, യേശു മരിക്കുന്നത്. പക്ഷെ പലർക്കും ഇന്ന് അതിൻ്റെ ഗ്രേറ്റ്നെസ് മനസ്സിലാവുന്നില്ല. യേശുക്രിസ്തുവിനെ പ്രവാചകനായിട്ട് അംഗീകരിക്കുന്ന ഒരു ജനം, യേശുക്രിസ്തുവിനെ നല്ലൊരു ലീഡറായിട്ട് അംഗീകരിക്കുന്ന ഒരു ജനം, ഇതൊക്കെ നല്ലതാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി യേശുക്രിസ്തു പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ്. എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, എൻ്റെ രോഗങ്ങൾക്ക് വേണ്ടി, എൻ്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി ദൈവം അയച്ച ദൈവപുത്രനാണ് യേശുക്രിസ്തുവെന്ന് മനസ്സിലാക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ നിത്യരക്ഷ. എല്ലാറ്റിനും ഉപരിയായിട്ട് കർത്താവേ നീ എൻ്റെ രക്ഷകനാണ് എന്ന് നമ്മൾ വിളിച്ചു പറയണം. അതുകൊണ്ടാണ് സുവിശേഷങ്ങളിൽ, പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 25-ാമത്തെ വചനം, യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 25-ാമത്തെ വചനത്തിൽ ഇവിടെ സുവിശേഷം അവസാനിപ്പിക്കുമ്പോൾ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ അവസാനത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുക. വായിച്ചു നോക്കി. യേശു ചെയ്ത പല കാര്യങ്ങളും അതെല്ലാം എഴുതിയിരുന്നെങ്കിൽ കണ്ടോ, ഇനിയും കുറേ കാര്യങ്ങൾ എഴുതിയതുണ്ട്, എഴുതപ്പെടാത്തതുണ്ട്. പക്ഷെ അതെല്ലാം എഴുതിയിരുന്നെങ്കിൽ ഇതൊന്നും ലോകത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, എഴുതപ്പെട്ടത് വിശ്വസിക്കണമെങ്കിലും നമുക്ക് വിശ്വാസത്തിൻ്റെ ആഴം വേണം. എല്ലാറ്റിനും ഉപരിയായിട്ട് പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ദൈവപുത്രനാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വചനം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാമത്തെ വചനത്തിൽ യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് യോസേപ്പ് പിതാവിന് ലഭിച്ച ആ സ്വപ്നത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുക. വായിച്ചു നോക്കിയേ. അവളൊരു പുത്രനെ പ്രസവിക്കും, യേശുവെന്ന് പേരിടണം. യേശുവെന്ന് നീ അവന് പേരിടണം, കുഞ്ഞിനെ യേശുവെന്ന് പേരിടണം. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിലൂടെ, ജീവിതത്തിലൂടെ, മരണത്തിലൂടെ, കുരിശു മരണത്തിലൂടെ, ഉത്ഥാനത്തിലൂടെയാണ് നമുക്ക് നിത്യരക്ഷ നൽകുന്നത്. നീ യേശുക്രിസ്തുവിനെ പ്രവാചകനായിട്ട് അംഗീകരിച്ചു, ഒരു ലീഡറായിട്ട് അംഗീകരിച്ചു. പക്ഷേ അവൻ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവേ എന്നെയും നിത്യരക്ഷയിലേക്ക് ചേർക്കണമേ എന്നുള്ള പ്രാർത്ഥന വരുമ്പോൾ മാത്രമേ നമ്മുടെ പ്രാർത്ഥന പൂർത്തിയാകുന്നുള്ളൂ. കാരണം പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുക, പാപത്തിൻ്റെ തടങ്കലിൽ നിന്ന് നമുക്ക് മോചനം നൽകുന്നത് യേശുക്രിസ്തുവാണ്. നിനക്ക് യേശുക്രിസ്തു ആരും ആയിക്കോട്ടെ, പക്ഷെ അതിനേക്കാൾ ഉപരി എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു യേശുക്രിസ്തു. അങ്ങനെയാണ് വചനം പറയുന്നത്. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ഈ നിത്യരക്ഷ നമ്മൾ സ്വന്തമാക്കണം. അത് വ്യക്തിപരമായിട്ട് നമ്മൾ സ്വന്തമാക്കണം. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷം യേശുക്രിസ്തുവിനെ പരിശുദ്ധ മാതാവും വിശുദ്ധ യോസേപ്പ് പിതാവും ദേവാലയത്തിൽ സമർപ്പിക്കുമ്പോൾ ശിമയോൻ എന്ന് പറയുന്ന ആ പ്രവാചകൻ യേശുക്രിസ്തുവിനെ കരങ്ങളിലെടുത്തുകൊണ്ട് പറയുന്നൊരു വചനമുണ്ട്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 31-ാമത്തെ വചനം. യേശുക്രിസ്തുവിനെ കരങ്ങളിലെടുത്തുകൊണ്ട് പ്രായമായിട്ടുള്ള ശിമയോന് പറയുന്ന വാക്കുകളൊന്ന് വായിച്ചു നോക്കിയേ. സകല ജനതകൾക്കും വേണ്ടി, നീ ശ്രദ്ധിച്ച് വായിച്ചു ഒന്നും കൂടെ, സകല ജനതകൾക്കും വേണ്ടി. ഇപ്പം നിങ്ങളുടെ കരങ്ങളിൽ ഉണ്ണീശോയുടെ രൂപമുണ്ട് എന്ന് വിചാരിക്കുക. എന്നിട്ട് നിങ്ങൾ അതിൽ നോക്കി പറയുകയാണ്. എന്താ പറയുന്നത്? ആ വചനം നിങ്ങളുടെ സ്ക്രീനിൽ കാണിച്ച മോനെ. ഇനി ഞാൻ ഈശോയെ നോക്കിയിട്ട് നിങ്ങളത് വായിച്ചത്, സകല ജനതകൾക്കും വേണ്ടി. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കരങ്ങളിലിരിക്കുന്ന ഉണ്ണി ഈശോയാണ് ഈ രക്ഷ. യേശുക്രിസ്തുവിനെ കരങ്ങളിൽ എടുത്തുകൊണ്ട് ശിമയോൻ പറഞ്ഞത് കുഞ്ഞിനെ കണ്ടുവെന്നല്ല, രക്ഷ കണ്ടുവെന്ന. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, രക്ഷയെയും
രക്ഷകനെയും മാറ്റിവെക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. The Savior and the salvation are same. That is Jesus Christ. He is the fulfillment of prophecies and He is your Savior. കർത്താവെ, അത് വിശ്വസിക്കുവാനായിട്ട്, ആ നിത്യരക്ഷ സ്വന്തമാക്കുവാനായിട്ട്, കർത്താവ് ജീവിക്കുന്ന ദൈവമാണ് എന്ന് ഏറ്റുപറയുവാനായിട്ട് ഈശോ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ക്രിസ്മസ് ഒരു അനുഗ്രഹപ്രദമായ ദിവസമായിട്ട്, യേശുക്രിസ്തുവിന്റെ രക്ഷകനും നാഥനുമായിട്ട് അംഗീകരിക്കുന്ന ദിവസമായിട്ട് മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ഒരുങ്ങുന്ന ക്രിസ്മസിന് വേണ്ടി കർത്താവെ, യേശുക്രിസ്തു നിത്യരക്ഷയിലാണ്ട് മനസ്സിലാക്കി ഒരുങ്ങുവാനായിട്ട് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നന്നായിട്ട് കുമ്പസാരിച്ച് ഈശോ നൽകുന്ന ആ പാപമോചനം സ്വീകരിച്ച് നിത്യരക്ഷ സ്വന്തമാക്കുവാൻ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം.